ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് എങ്ങനെ എന്നുള്ളവരുടെയും വിശേഷം. അപ്പോൾ ഇത് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് വ്ളോഗിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ബാങ്കോങ്ങിൽ ഫ്ലൈറ്റ് ഇറങ്ങി പട്ടായയിലോട്ട് വന്നിരിക്കുകയാണ്. പട്ടായയിലെ ടൈഗർ ടോപ്പിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലിരിക്കുകയാണ്. കണ്ടില്ലേ, മണിക്കൂട്ടനും അച്ഛനും എല്ലാവരും ഇരിപ്പായിട്ടോ. കുറേ ട്രാവൽ ചെയ്ത് 2-2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്യാനുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഈ ഒരു സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പുലിയൊക്കെ പുല്ലെന്ന് പറഞ്ഞു പോകും. അതുപോലെയുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൂച്ചകൾ നടക്കണ പോലെയാണ് ഇവിടെ പുലികൾ നടക്കുന്നത്. പുലികളുടെ കൂടെ ഫോട്ടോ എടുക്കുക, നടക്കുക, പാല് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുവിധം സീൻ പരിപാടികളൊക്കെ നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ ഇതിനുള്ളിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, എങ്ങനെയായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട്. നല്ല സെറ്റപ്പാണ് കേട്ടോ, വൺ സെറ്റപ്പാണ്. ഉള്ളിൽ ഫുള്ള് നല്ല രീതിക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കി നമുക്ക് പുലീനെ കാണാം. നമുക്ക് പുലീനെ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ആമിക്കുട്ടി ഫുള്ള് പുലീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ ഫ്രൂട്ട്സും സംഭവങ്ങളും ബൊഫേ സിസ്റ്റം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ സാലഡുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെന്താ ഉപ്പുമാവ് ഉണ്ടായിരുന്നു, റൊട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുവിധം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം പ്ലേറ്റിലേക്ക് എടുത്തിട്ടില്ല. ബൊഫേ ആയിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം പോയി എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. ആമിക്കുട്ടി പുലിനെ നോക്കിയിരിക്കുകയാണ്. കണ്ട ക്ലാസ്സിൻ്റെ അപ്പുറത്തോടെ പുലികൾ ഇങ്ങനെ നടക്കുന്നത് കാണാം. ഇവിടുത്തെ ഓരോ പുലിനെയും കാണണം കേട്ടോ, ഭയങ്കര സൈസാണ്. നമ്മുടെ നാട്ടിൽ എല്ലും തോലായിട്ട് ചൊക്കിളി പോലത്തെ പുലികളൊന്നല്ല, നല്ല തിന്ന് കൊഴുത്ത് തടിമാടന്മാരാണ് കേട്ടോ എല്ലാവരും. ഇനി നമ്മൾ പുലിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ ഒരു ടുക്ക് പോലത്തെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, അതിനെന്തോ പറയും പേര്. കിട്ടി ബഗ്ഗി എന്നാണ് കേട്ടോ ഒരു വെഹിക്കിളിനെ പറയണത്. അതിലൊരു 10-12 പേരൊക്കെ കൊള്ളും. അങ്ങനെ നമ്മൾ അതിലാണ് ഈ ഒരു പുലിയുടെ അടുത്തേക്ക് വന്നത് കേട്ടോ. ഫോട്ടോസ് എടുക്കാനായിട്ട് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ തന്നെ നമുക്ക് എടുത്ത് തരും കേട്ടോ. ഇതുണ്ടല്ലോ ഒരു 1.5 പുലിയാണ്. അതിനെ മയക്കൊക്കെ എടുത്തിരിക്കുകയാണ്, മെരിക്കി എടുത്തിരിക്കുകയാണ്. അവർ അതൊന്നും ചെയ്യില്ല, കഴുത്തിൽ നല്ല ചങ്ങലൊക്കെ ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പേടിയാവും കേട്ടോ. ഈ പുലി ഒന്ന് തുമ്മുമ്പോഴും ചീറ്റുമ്പോഴൊക്കെ നമുക്ക് അയ്യോ നായി പോവും. തല ഒന്ന് വെട്ടിച്ചാൽ മതി, അപ്പം തന്നെ നമ്മൾ പേടിച്ച് പോകും കേട്ടോ. അങ്ങനെ അന്യായ സൈസുള്ള പുലിയാണ്. നല്ലോണം തീറ്റ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാം തടിച്ച് കൊഴുത്തിരിക്കുന്നവരാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ ഇതിന് 2 സൈഡിലും കുറേ പുലികൾ ഇതുപോലെ ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. വെള്ളപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, വേറെ ടൈപ്പ് പുലീനൊക്കെ സൈഡിൽ ഇങ്ങനെ ഉറക്കി കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനടുത്തൂടെ പോകുമ്പോൾ അവർ നല്ല ആട്ട് കേൾക്കും, നീങ്ങി നടക്ക് എന്നൊക്കെ പറയും. പിന്നെ ആമിക്കുട്ടി, അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോസും വീഡിയോസും ആവശ്യത്തിന് കുറേ എടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും കുറേ എനിമൽസിനൊക്കെ ഇങ്ങനെ കേജുകളിൽ ഇട്ടിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ, ആട്, ഈ കുഞ്ഞാട്ടും കുട്ടീനെ കണ്ടിട്ട് ആമിക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കുറച്ച് പേര് മുട്ടനാടുകൾ അവിടെ അടി കൂടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ പോണത് അവിടെ ക്രൊക്കഡൈൽ ഷോ ഉണ്ട്. പക്ഷേ ഷോ കാണാൻ നമുക്ക് പറ്റിയില്ല, ടൈമൊക്കെ കഴിഞ്ഞു. ക്രൊക്കഡൈൽസ് ഉണ്ട്, അപ്പോൾ അതിനെ കാണാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. വേറെ ആരാപ്പൈമേരെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പല ഷോസ് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വന്ന ടൈം അതിന് പറ്റിയതല്ലായിരുന്നു. നമുക്ക് വേറെയും കുറേ എന്താ പറയുക, സഫാരി വേൾഡിലൊക്കെ ഉണ്ട് കുറേ ഷോസ്. അതുകൊണ്ട് നമ്മളിത് ഇവിടെ കയറണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അവിടെ നല്ല ഗംഭീര ഷോകളൊക്കെ ഇനി കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ ക്രൊക്കഡൈൽസ് ഉണ്ട്, കുറേ ക്രൊക്കഡൈൽസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ പോയത് പുലിക്കുട്ടിക്ക് പാല് കൊടുക്കാനായിരുന്നു. ഇത് ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. എന്തെങ്കിലും തായ്ലൻഡിൽ വരികയാണെങ്കിൽ പുലിക്ക് പാല് കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പല വീഡിയോസിലും പലരും കൊടുക്കണമൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ആമിക്കുട്ടിക്ക് ഇതിനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളതിൻ്റെ കാലും കൈയും മുഖവും ചെവിയും ഒക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കാലം ഉറപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് നല്ല വേദന എടുക്കും കേട്ടോ. ടർക്കിട്ടിട്ടുണ്ടെന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആമി ഇതിൻ്റെ കാലൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പാല് കൊടുക്കണോണ്ട് ആൾ അടങ്ങിയിരിപ്പുണ്ട്. പാല് കഴിയണ വരെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ഇങ്ങനെ ചാടിത്തുള്ളി നടക്കണ കുഞ്ഞു പുലിക്കുട്ടിയല്ല, ഭയങ്കര കുറുമ്പനാണ്. ഇവിടെ നിറയെ പുലികളാണ്, എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും പുലികളാണ്. വലിയ പുലികൾ കേട്ടോ, നല്ല സൈസ് ഉണ്ട്. കണ്ടില്ല ഓരോന്നിനും. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ബഗി എന്ന് പറഞ്ഞ വണ്ടി, അത് ഇതാണ് കേട്ടോ. ഈ ഒരു സംഭവമാണ്. ഇതിൽ കുറേ പേർക്കൊക്കെ ഇരിക്കാം, 10-12 പേർക്ക് അതിലും കൂടുതൽ പോകും കേട്ടോ. പിന്നെ ഇവിടെ എന്തോ മൂവി ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹിന്ദി എന്തോ പ്രോഗ്രാമിൻ്റെ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഏതോ ആക്ട്രസിനെ കണ്ടു എന്നൊക്കെ. പക്ഷെ എനിക്ക് അവരെ വലിയ പരിചയമൊന്നുമില്ല, ഹിന്ദിക്കാരിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദേ ബഗ്ഗിയിൽ ഇങ്ങനെ പോവാണ്. എനിക്ക് ഇതിലത്തെ യാത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഈ ഒരു ടൈഗർ ടോപ്പ് ഇതിലിങ്ങനെ കറങ്ങാം. പക്ഷെ ബാത്ത് കൊടുക്കേണ്ടി വരും. നമ്മുടെ കൂടെ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ല, അവരൊക്കെ ബാക്കിലുണ്ട് കേട്ടോ.
ഇപ്പം കാണാതെ ഈ ഒരു വണ്ടിയിൽ നിറച്ച് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഫുള്ള ഒരു ഏരിയ, ഏക്കർ കണക്കിന് ഏരിയ ഉണ്ട്. നമ്മളിങ്ങനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് നടന്ന് പോവാം, അങ്ങനെയുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ക്ഷീണമൊക്കെ മാറി. അങ്ങനെ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ പട്ടായയിലെ ഗോൾഡൻ സീ ഹോട്ടലിൽ ആണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സെറ്റപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല റൂമായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെ നമുക്ക് സിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ ബാൽക്കണി ഉണ്ട്. ആമിക്കുട്ടിക്ക് ബാൽക്കണിയിൽ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഗോൾഡൻ സീ ഹോട്ടലിൻ്റെ തന്നെ വില്ലാസാണ് കേട്ടോ. അവിടെ നിറച്ച് മാതാവന്മാരും സായിപ്പുമാരും പൂളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. ആമിക്കുട്ടിക്ക് അത് കണ്ടിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ല കേട്ടോ. കാരണം നമുക്ക് വേഗം തന്നെ നമ്മുടെ ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. എല്ലാ ആ പാക്കേജുകളാകുമ്പോൾ അങ്ങനെയാണ്, എല്ലാം നമുക്ക് കവർ ചെയ്യണമല്ലോ. പെട്ടെന്ന് ടൈമിന് നമുക്ക് എല്ലാവരുടെയും പോയി വിസിറ്റ് ചെയ്യണം. അതുകൊണ്ട് കുറേ നേരം നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് നല്ലൊരു ഉറക്കം പാസ്സാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ടൈമൊന്നുമില്ല. നമ്മൾ വേഗം കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് നമ്മൾ ലഞ്ചിന് വന്നിരിക്കുകയാണ്. ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡായിരുന്നു കേട്ടോ. ഇന്ത്യൻ ലഞ്ചായിരുന്നു. നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഇന്ത്യൻ ഫുഡ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തായ് ഫുഡും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് കരുതിയിട്ട് അതും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ട്, സാലഡ് കാര്യങ്ങൾ, റൈസ്, അങ്ങനെ നമ്മളത് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വന്നത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടാണ്. ഇതും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന, എന്തായാലും തീർച്ചയായിട്ടും പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ മലയാളം മൂവീസിൽ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു ഏരിയ, ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാറുണ്ട് കുറേ സീനുകളിലൊക്കെ. നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഹാപ്പി ഹസ്ബൻഡ്സിൽ ഒരു സോങ് ഫുൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മൾ വന്ന ഒരു ടൈം കറക്റ്റ് ടൈമാണ് കേട്ടോ. കാരണം പകലായിരുന്നെങ്കിൽ, ഒരു ഉച്ച നേരത്തൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആകുമായിരുന്നു. ഇത് അത്രയും ക്രൗഡഡ് അല്ല, ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ടൊക്കെ തോന്നി. അധികം ഒരുപാട് ആളുകളും തിക്കും തിരക്കും ബഹളമൊന്നും ഇല്ല. ഇവിടെ നമ്മൾ എൻട്രൻസിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളത് ടിക്കറ്റ് അല്ല കേട്ടോ. ടിക്കറ്റ് വളരെ കുറവാണ്. നമുക്ക് പെർ പേഴ്സൺ ടിക്കറ്റ് തരുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. ഒരു സ്റ്റിക്കറാണ് തരിക. എല്ലാവരുടെയും കയ്യിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. ഓരോ സ്ഥലത്തോട്ട് എൻ്റർ ചെയ്യാൻ അതുപോലെ ഷോസോ കാണാനായിട്ട് ഇതുപോലെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ നമുക്ക് ഒട്ടിച്ച് തരാം. ആ ആളുകളെ കണ്ട എന്ത് രസം കാണാനായിട്ടല്ലേ. ഏഞ്ചൽസിൻ്റെ പോലെ ഉണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈമില്ല. നമ്മുടെ ഈ ഒരു പാക്കേജിൻ്റെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റാണ്. നമുക്കിനിപ്പോൾ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം. ഇരുട്ടായി കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നിട്ട് ബോട്ടിംഗ് പോകണ്ടേ നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേഗം ഇറങ്ങി പോന്നു കേട്ടോ. ഇവിടെയൊക്കെ എന്ത് വൃത്തിയാണെന്നറിയോ. നല്ലൊരു വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. ഇത് ബിൽഡ് ചെയ്തിരിക്കണം തന്നെ കാണാൻ നല്ല രസമാണ് കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാം, പക്ഷെ നമ്മൾ വേണ്ടാതെ വെച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. രണ്ട് സൈഡും മാർക്കറ്റും കാര്യങ്ങളും. അച്ഛനും മണിക്കൂട്ടിനും അമ്മയും തക്കുടും ആമിക്കുട്ടി അവരെ കൂടെ ചാടി കയറി പോയിട്ടാ. ബോട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര, അവരൊക്കെ കയറിയപ്പോഴേ ഞങ്ങളൊന്നും അവൾ മൈൻഡ് ചെയ്തിൽ വേഗം ചാടി കയറി പോയി. ഞങ്ങളതിൻ്റെ പിന്നാലെ പോകാനുള്ളത് എടുക്കത്തിലാണ്. ഇരുട്ടായി തുടങ്ങിയിട്ട് സന്ധ്യയായി തുടങ്ങി. ഈ ഒരു നേരം നല്ലതാണെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം ഭയങ്കര ക്രൗഡൊന്നുമില്ല, ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ഈ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളിലൊക്കെ ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യും. പകലാണ്, ഉച്ച സമയമാണെങ്കിൽ നല്ല വെയിലും ഉണ്ടാകും. അതുമാത്രമല്ല ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ്സൊക്കെ ഇട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. രണ്ട് സൈഡും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ ഒരു റിവറിൽ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ശരിക്കും ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ പലരും പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി എന്താകും എന്ന് കണ്ടറിയാം. ആൾ ഭയങ്കര ക്യാമറ ഷൈയാണ്. അത്ര താല്പര്യമൊന്നുമില്ല ഇങ്ങനെ വീഡിയോസിൽ വരാനൊന്നും. എന്നാലും ഇങ്ങനെ നമ്മൾ തായ്ലൻഡിലൊക്കെ വന്നിട്ടൊന്നും കാണിക്കാണ്ടിരിക്കണത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കാണിക്കണതാണ് കേട്ടോ. നിറയെ എന്താ പറയുക ബോട്ടുകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പകലൊക്കെ വന്നിരുന്നെങ്കിൽ ക്ലാഷ് ആയിപ്പോയി. അതിനെ നിറച്ച് ആളുകൾ, നിറച്ച് ബോട്ടുകളായിട്ട്. ഇതിപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല. നമ്മുടെ ബോട്ടിൽ കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് പോണേലൊക്കെ 2-3 പേരൊക്കെ ഉള്ളൂ. പക്ഷെ എന്ത് രസമാണ് കാണാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തായ്ലൻഡിൽ വരുന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ പലരും എൻ്റെ അടുത്ത് എത്രയായി, ടോട്ടൽ എത്രയായി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാക്കേജ് ഫീ എത്രയായി എന്നൊക്കെ. അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ഫെയർ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എല്ലാം ഇപ്പോൾ ഞങ്ങൾ വന്ന ഈ ഒരു പാക്കേജ് റേറ്റിന് നിങ്ങൾക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഓരോ തവണയും ഓരോ മന്തും നമ്മുടെ ഫ്ലൈറ്റ് ഫെയർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. 20K അതിന് മേലോട്ടൊക്കെ ഫ്ലൈറ്റ് ഫെയർ പോകാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പാക്കേജിൻ്റെ റേറ്റും മാറിക്കൊണ്ടിരിക്കും.
അങ്ങനെ അപ്പോൾ നമുക്കൊരു റേറ്റിന് തന്നെ ഇപ്പോൾ ഞാൻ വന്ന റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് വരാൻ പറ്റിയെന്ന് വരും. ചിലപ്പോൾ അതിൽ കുറവിന് കിട്ടിയേക്കാം, അറിയില്ല. അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു റൈഡായിരുന്നു കേട്ടോ. ഇത് നമ്മൾ ഫാമിലിക്ക് ആയിട്ട് പോകാൻ പറ്റിയ കിഡു സ്ഥലമാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസ് ആ ഒരു ഈവനിങ് ടൈമും ഒക്കെ സെറ്റായിട്ട് നല്ലൊരു കോംബോ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. നമ്മളിങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ക്യാമറ കൊണ്ട് ആളുകൾ നടക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാനായിട്ട്. അവർ ഫോട്ടോഗ്രാഫേഴ്സാണ് കേട്ടോ. അവർ നമ്മുടെ പല ആംഗിളിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യും. നമ്മളൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോട്ടോസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പല സൈഡിൽ നിന്ന് ഫോട്ടോസ് എടുത്ത് തരും കേട്ടോ. പല ആംഗിളിൽ നിന്ന് അവർ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഫോട്ടോസ് എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ബോട്ട് റൈഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവരിത് കൊണ്ടുതരും. ഫ്രീ ആയിട്ടല്ല, നമ്മൾ 100, 100 അല്ലെങ്കിൽ 50 ബാത്തൊക്കെ കൊടുത്തിട്ട് നമ്മളിത് വാങ്ങിക്കണം കേട്ടോ. വാങ്ങിക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷെ നല്ല രസമാണ് അങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് ബ്രിഡ്ജിൻ്റെ താഴെ കൂടിയും അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവാണ്. ഇവിടെ ഫുള്ള് പർച്ചേസിങ് ആണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ നിന്നൊന്നും വാങ്ങിക്കേണ്ടതാണ് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര റേറ്റാണ്. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അല്ലാണ്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ബാഗ്, ഡ്രസ്സ് സംഭവങ്ങൾ, അങ്ങനെ ജ്വല്ലറീസ് അങ്ങനത്തെ ഒന്നും ഇവിടെ നിന്ന് വാങ്ങാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് കേട്ടത് കേട്ടോ. നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് ഭയങ്കര ചീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ വേറെ തായ്ലൻഡിൽ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഉദ്ദേശിക്കണില്ല കേട്ടോ. പിന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ. അങ്ങനെ നമ്മൾ ഫുഡ് ആണ് മെയിനായിട്ട് ഇവിടെ നിന്ന് വാങ്ങി കഴിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എന്താകും എന്നറിയില്ല. ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഒരാൾക്കും പറ്റണില്ല കേട്ടോ. അവർ ഫുഡ് ഉണ്ടാക്കണ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ അതിൻ്റെ സ്മെല്ല് ഒന്നും ആർക്കും പിടിക്കണില്ല. മസാലയുടെയും ചൂടാക്കണതിൻ്റെയും ബാർബിക്യൂ ചുട്ടെടുക്കണതിൻ്റെയും ഒന്നും പറ്റണില്ല. നമ്മൾ ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. ഒരിക്കലും ഞാൻ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ ഒരു പാക്കേജ് കണ്ടപ്പോൾ പോയാലോ എന്ന് വിചാരിച്ച് പിന്നെ കുറേ വേറെ പാക്കേജ് പെട്ടെന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ അതിൽ ചിലതിലൊന്നും ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. കാരണം നമുക്ക് ഇവിടെ വരണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്തായാലും കാണണമെന്ന്. അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് പാക്കേജൊക്കെ നോക്കി അങ്ങനെ പറഞ്ഞാൽ ഫൈനലൈസ് ചെയ്ത് വരികയാണ്. പെട്ടെന്നായിരുന്നു എല്ലാ കാര്യങ്ങളും. ടപ്പേന്ന് കാര്യങ്ങൾ നടന്നു കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യാനോ അങ്ങനെയൊന്നും നമുക്ക് കുറേ സമയമൊന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനിൽ നമ്മൾ കുറച്ചൊക്കെ ഓർഡർ ചെയ്തു, പിന്നെ കുറേ റിട്ടേൺ ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ വാരിപ്പെറുക്കി പോന്നു. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ നമ്മൾ ഗോവ ട്രിപ്പിനും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊരു തായ് ഡ്രസ്സിൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ എന്താ പറയുക ലുക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കരുതി ഇങ്ങോട്ട് ഇടാം. എന്തായാലും ഗോവ ട്രിപ്പിൽ നമുക്ക് വ്ളോഗ് ചെയ്യാനോ വ്ളോഗ് എന്താ പറയുക ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ കിടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഫൈനലി നമ്മുടെ ബോട്ടിങ് അവസാനിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ വശം തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഓടി വന്നു കേട്ടോ. അവർ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പറഞ്ഞില്ല. അവർ നമ്മൾ ക്ലിക്ക് ചെയ്ത ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു വാങ്ങിക്കാനായിട്ട്. പക്ഷേ ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഞാൻ ശരിക്കും പോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇതുപോലെ പോവുകയാണെങ്കിൽ നല്ല രീതിക്കൊക്കെ പോസ് ചെയ്യുക. കാരണം നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മനസ്സല്ല ഇതുപോലെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ 50-100 ബാത്തൊക്കെ കൊടുത്ത് വാങ്ങാനോട്ട് വലിയ സീനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കുറേ നമുക്ക് കാണാനുണ്ട്. കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കിട്ടാത്തൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. ഡ്രസ്സും സംഭവങ്ങളും ഫുഡും എല്ലാ ഐറ്റംസും ഉണ്ട്. രണ്ട് സൈഡും കുറേ കാണാനായിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നാലും നമുക്ക് നല്ല ഫോട്ടോ ഫ്രെയിം പോലെ തോന്നും. അതുപോലെ നല്ല രസമാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട്. ഞാൻ കുറേ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുത്തു. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മളുടെ ഉദ്ദേശം ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം എന്നാണ്. ഇവിടെ വന്നിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം, അതുപോലെ ബാർബിക്യൂസ് ട്രൈ ചെയ്യണം, അങ്ങനെ കുറേ ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ നമ്മൾ നേരെ പോയത് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാനായിട്ടാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മാംഗോ ഉണ്ടല്ലോ, തായ്ലൻഡ് മാങ്ങ നല്ല രസമാണ്, നല്ല മധുരമുണ്ട്. ഇങ്ങനെ അലിഞ്ഞു പോകും വയൽ വയ്ക്കുമ്പോൾ. അതുപോലത്തെ മാങ്ങ ഞാൻ കുറേ ഇവിടെ വന്നിട്ട് കഴിച്ചത് അതാണ്. പിന്നെ ജ്യൂസിലൊന്നും അവർ ഷുഗർ ആഡ് ചെയ്യില്ല കേട്ടോ. അതെങ്ങനെയാണ് ഇരിക്കണം, അതിൻ്റെ ആ ഒരു നാച്ചുറലായിട്ടുള്ള ആ ഒരു ഫ്രഷ് ജ്യൂസാണ് നമുക്ക് കിട്ടുക. അതിൽ കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ മധുരമൊന്നും ഉണ്ടാകില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 ഇതാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു മാങ്ങ അങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഒരു കണ്ടോ വൈറ്റ് റൈസിൽ ഒരു വൈറ്റ് കളറ് സോസ്, എന്തോ സ്വീറ്റ് ആയിട്ടുള്ളൊരു സോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഞാൻ വിചാരിച്ച പോലെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് കൊള്ളൂല, വീഡിയോസിലൊക്കെ കാണുമ്പോൾ തായ്ലൻഡിൽ നിന്ന് കഴിക്കണതല്ലേ, കൊള്ളില്ല എന്നൊക്കെ വിചാരിച്ച ഒരു രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് പിന്നെയും ഇങ്ങനെ കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാണ്ട് കേട്ടോ അതിൻ്റെ അകത്തുനിന്ന്. ഇവിടെ നിന്ന് നമ്മളൊന്നും വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതായത് ഫുഡ് ഐറ്റംസ് അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ വാങ്ങിക്കില്ല കേട്ടോ. ഇതിലും ചീപ്പായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ തായ്ലൻഡിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്.
ഫ്രഷ് ജ്യൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കി. എല്ലാവരും കൂടെ വാങ്ങിയില്ല കേട്ടോ, ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് ഒന്നും പിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഒരാൾ വാങ്ങിയിട്ട് എല്ലാവരും കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ക്രൊക്കഡൈൽ ബാർബിക്യൂ വാങ്ങിക്കാനാണ്. ഇതും ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന്. ഇവിടെ വരെ വന്നിട്ട് ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ നഷ്ടമാവില്ലേ. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ച് നോക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ആമിക്കുട്ടി എന്തോ ഭയങ്കര ടേസ്റ്റുള്ള സാധനം നമുക്ക് റെഡിയാക്കി തരുന്ന പോലെ നിന്നിരുന്ന കേട്ടോ. അവൾ ഭയങ്കര വശിയിരുന്നു, അവൾക്ക് വേണം 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 എന്ന് പറഞ്ഞിട്ട് ഒരു കടി കടിച്ചപ്പോൾ അവൾക്ക് മതിയായി. അങ്ങനെ ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യാൻ അവൾക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. പുഴുണ്ട്, തേള്, പാറ്റ, നമ്മുടെ പെട്ടിപ്പാറ്റൊക്കെ ഇല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്, അതിനൊക്കെ വറുത്തിങ്ങനെ കൊല്ല് കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ തേള്, പിന്നെ എന്താ നമ്മുടെ പുൽച്ചാടിയില്ലേ, ചീവീട്, സംഭവങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കമ്പനിക്ക് ആരും കിട്ടിയില്ലാന്ന്. ഒരാൾ എൻ്റെ കൂടെ കമ്പനി കൂടെ വന്നില്ല. കാരണം 100, 50, 150 ബാത്തൊക്കെ ഉണ്ട് ഈ ഐറ്റംസിന്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് തരും. അപ്പോൾ അത് മുഴുവൻ നമ്മൾ കഴിച്ച് തീർക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ടേസ്റ്റ് പിടിച്ചില്ലെങ്കിലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാനല്ലേ. അപ്പോൾ ഒരാളും കമ്പനി തരുന്നില്ല. നീ തന്നെ തിന്നേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചിട്ട് ഈ ഐറ്റംസ് ഒക്കെ എനിക്ക് കഴിച്ച് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ 150, 100 അങ്ങനെയൊക്കെയാണ് ഭാഗത്ത് തേളിനെ കണ്ട കുത്തിവെച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ പെട്ടിപ്പാറ്റേനും കുത്തിവെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടാ. അങ്ങനെ അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല കേട്ടോ. ആരും എൻ്റെ കൂടെ വരുന്നുണ്ടായിരുന്നില്ല. പുഴു തന്നെ പല വെറൈറ്റി പുഴുകളുണ്ട്. നീണ്ട പുഴു, ഉരുണ്ട പുഴു, അങ്ങനെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ട്രൈ ചെയ്യണം, അതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ വാങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ 150 ഭാഗത്തൊക്കെ വെറുതെ പോകുന്നു കരുതിയിട്ടാണ് ഞാൻ വാങ്ങിക്കാൻ കേട്ടോ. ആമിക്കുട്ടി ഇവിടുത്തെ ടോയ്സിൻ്റെ കടകളുടെ മുന്നിൽ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല, അവിടെ തന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നേ. ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് വാങ്ങിക്കാം, പക്ഷെ ഇവിടെ നിന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആളെ ഒരുവിധം സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ. നേരത്തെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്രൊക്കഡൈൽ ബാർബിക്യൂ ഇല്ലേ, ഞാൻ തന്നെയാണ് കേട്ടോ നിന്ന് തീർത്തത്. ഇവരെല്ലാവരും ഒരു കുഞ്ഞു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നീ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ആമിക്കുട്ടിക്ക് കരിക്ക് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ദാഹം. മെയിനായിട്ട് അവൾക്ക് ടോയ്സ് വാങ്ങാത്തതിൻ്റെ ക്ഷീണമാണ്. ഭയങ്കര വാശിയിലായിരുന്ന ആൾ. പിന്നെ ഇത്രയും ദൂരം നടക്കണം, ഞങ്ങൾക്ക് തന്നെ വയ്യാണ്ടായി. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ റെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല. കുറേ ഇവിടെ ആണെങ്കിലും കുറേ ദൂരം നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് ഇവിടെ ഒരുവിധം എല്ലാവരും പോയി, ആരും കാണാനില്ല. ഇരുട്ടായില്ലോ. അപ്പോൾ നമ്മൾ ഒരു വലിയ കരിക്ക് വാങ്ങിയിട്ട് ആമിക്കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അവിടെ ദൂരേനെ ഇരിക്കുന്നുണ്ടത്. ഇവിടുത്തെ ഏറ്റവും സ്മെല്ലി ആയിട്ടുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും സ്മെല്ലി ഫ്രൂട്ടാന്ന് തോന്നുന്നുണ്ട് ദൂരിയൻ. അപ്പോൾ അത് ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ നല്ല റേറ്റ് കിട്ടും. പിന്നെ വലിയ ചുളകളാണ്, ചുളയുടെ വലുപ്പത്തിനനുസരിച്ചാണ് അവർ റേറ്റ് പറയണത്. അപ്പോൾ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കുഞ്ഞും ചുളകൾ കിട്ടും കേട്ടോ, ചെറുത്. അപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ടേസ്റ്റ് ചെയ്യാമല്ലോ, ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയില്ല. ഒരു കരിക്കിന് തന്നെ 50 ബാത്തുണ്ട് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഞാനും മാറി മാറി കുടിച്ച്, ആമി തന്നെ ശരിക്കും കുടിക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യത്തില്ല, കിടാവിന് നല്ല ക്ഷീണമുണ്ട്, നമുക്കും നല്ല ക്ഷീണമുണ്ട്. നമ്മൾ നേരെ ഇവിടെ നിന്ന് പോണത് റൂമിലോട്ടാണ്. അവിടെ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട്, ഫുള്ള് റെസ്റ്റ് അല്ല, നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് ശരിയല്ലല്ലോ, ഫുൾ അവിടെ എക്സ്പ്ലോർ ചെയ്യണ്ടേ. അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ ഒന്ന് ഫ്രഷായി വീണ്ടും നമ്മൾ കറങ്ങാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അത് നമ്മുടെ പാക്കേജിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. വെറുതെ നമ്മൾ ആ ഒരു സിറ്റി, ആ ഒരു എന്താ പറയുക, സ്ട്രീറ്റുകൾ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ വിട്ടത് റൂമിലോട്ടാണ് കേട്ടോ. റൂമിൽ പോയി ഒന്ന് ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ടുക് ടുക് എന്ന് പറയുന്ന വണ്ടി പിടിച്ചിട്ട് എല്ലാവരും ഇല്ല, നമ്മുടെ ഗ്രൂപ്പിലെ കുറച്ച് പേര് മാത്രം വോക്കിംഗ് സ്ട്രീറ്റിലോട്ട് വന്നു കേട്ടോ. ഞാൻ ടൂർ മാനേജറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വോക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോകണമെന്ന്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സ്ട്രീറ്റ് ഇതല്ലായിരുന്നു. ഞാൻ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വോക്കിംഗ് സ്ട്രീറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വന്നത് അവിടെ ശരിക്കും തായ്ലൻഡിൻ്റെ വേറൊരു ഫേസാണ് കേട്ടോ, വേറൊരു മുഖമാണ് നമ്മൾ കാണുക, വേറൊരു ലോകം തന്നെയാണത്. നിറച്ച് പബ്ബ്, ക്ലബ്ബ്, ചീർ ഗേൾസ് പോലെയുള്ള പെണ്ണുങ്ങൾ, കാര്യങ്ങൾ. പണ്ടൊക്കെ നമ്മൾ തായ്ലൻഡ് പറഞ്ഞ ബയ്യ എന്ന് പറയില്ല, ആ ഒരു ഫേസ് എനിക്ക് അവിടെ കാണാൻ പറ്റി. ഞങ്ങളുടെ കൂടെ വന്ന അന്യന്മാരൊക്കെ പറയും എന്താ ഇത് ദൈവമേ എന്ന്. അങ്ങനെ
ഇതെന്തൊക്കെ ഇവിടെ നടക്കണേ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ആകെ ഒച്ചയും ബഹളവും DJയും പാട്ടും ഡാൻസും നമുക്ക് ചെവി കേൾക്കില്ല കേട്ടോ. അതുപോലെയാണ് ആ ഒരു സ്ട്രീറ്റിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭർത്താക്കന്മാരൊന്നും ഒറ്റയ്ക്ക് ഇവിടേക്ക് വിടാൻ പറ്റില്ല നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. ഇവിടെ എന്താ പറയുക, ഷൂട്ടിംഗ് അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഏരിയ മാത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ക്ലബ്ബുകൾ മാത്രമല്ല വേറെയും കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സത്യത്തിൽ ഇങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അവിടെ പോയപ്പോഴാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ട് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.